വെൽക്കം ടു ഇലാൻ സ്റ്റം ജീനിയസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ അതിൽ വെലോസിറ്റി എന്ന സെക്ഷനായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതേപോലെ ആക്സിലറേഷൻ എന്നുള്ള ടോപ്പിക്കൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. എത്ര പേര് വീട്ടിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്തു എന്നറിയില്ല. കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അതേപോലെ കോഴ്സുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും അറിയാനോ മറ്റോ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനാണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് പഠിച്ചു, മോഷൻ അതേപോലെ വെലോസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് എല്ലാവരും പെട്ടെന്ന് ആലോചിച്ച് നോക്കിയും. വെൻ വിൽ യു സേ എ ബോഡി ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ, അതേപോലെ തന്നെ നോൺ യൂണിഫോം ആക്സിലറേഷൻ. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് പറയാൻ പറ്റുക? എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആദ്യം പറഞ്ഞ യൂണിഫോം സ്പീഡ് ഓർക്കുന്നുണ്ടോ? യൂണിഫോം സ്പീഡ് എന്തായിരുന്നു? സെയിം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ബോഡി അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ടൈമിൻ്റെ രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഷനാണ് എന്ത്? യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പം എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈമാണ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്, ശരിയല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. നമുക്ക് അങ്ങനെ തന്നെ പറയണം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ആയിട്ടാണ് വെലോസിറ്റി കൂടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറയുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് കേസും ആവാം. അതിനെയാണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുക. നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിരിക്കും ബാക്കി ടൈപ്പ് ഓഫ് മോഷൻസ് ഒക്കെ. അപ്പോൾ അതെന്താണെന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൊന്ന് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബസ് ഡിക്രീസസ് ഇറ്റ് സ്പീഡ് ഫ്രം 80 km/h to 60 km/h in 5 seconds. അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദ ബസ്. ബസ്സിൻ്റെ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ അല്ലേ. ഇതല്ലേ ആക്സിലറേഷൻ? ഓക്കെ, സോ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് km/h, ടൈം തന്നിട്ടുള്ളത് സെക്കൻഡിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫിസിക്സ് ക്വസ്റ്റ്യനിലും ആദ്യം തന്നെ എല്ലാം ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂണിറ്റ് കൺവേർഷൻ നടത്താം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ 80 km/h ഞാൻ മീറ്റർ/സെക്കൻഡ് ആക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കോളൂ. 80 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഒരു മണിക്കൂർ, ഒരു ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3600 സെക്കൻഡ്സ് ആണ്. എന്നിട്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്ത് കിട്ടും? 200/9 എന്ന് കിട്ടും. 200/9 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി 60 km/h ഞാൻ ചേഞ്ച് ചെയ്യാണ്. അഗെയിൻ 60 × 1000/3600. ഓക്കെ, അതിൽ സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ഇവിടെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5, 3, therefore this is 50/3 മീറ്റർ/സെക്കൻഡ്. ആദ്യം തന്നെ ഞാൻ അതിനെ മീറ്റർ/സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മതി. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ അല്ലേ. അതല്ലേ ചേഞ്ച് ഇൻ വെലോസിറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് എവിടെ എത്തിയെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 80-ൽ നിന്ന് 60-ലെത്തി അല്ലേ. 80-ൽ നിന്ന് 60-ലെത്തി എന്നാണ് പറഞ്ഞത്. ദെർഫോർ അപ്പോൾ ഫൈനൽ വെലോസിറ്റി 60 ആണ്. അവിടെ ഫൈനൽ വെലോസിറ്റി എന്നുള്ളത് 60 ആണ്. 60 നമ്മൾ കൺവേർട്ട് ചെയ്തില്ലേ. ഓക്കെ, 60 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 50/3 മീറ്റർ/സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി, മൈനസ് 200/9 ആണ് ഇനീഷ്യൽ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 5 seconds. അപ്പോൾ 50/3 നമുക്ക് 150/9 എന്ന് എഴുതാം. മൈനസ് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 150 - 200 എത്രയാ? 150 - 200 -50 അല്ലേ.
-50 ഡിവൈഡഡ് ബൈ 9 × 5 എന്നാണ് അടുത്ത സ്റ്റെപ്പിൽ വരിക. സോ -50/45 എന്ന് കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ -10/9 ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി, സെക്കൻഡ് ആണ് ടൈം, ഡിവൈഡ് ചെയ്യുമ്പോൾ m/s². ആക്സിലറേഷൻ്റെ യൂണിറ്റ് m/s². ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ എന്തുകൊണ്ട് ഇത് നെഗറ്റീവ് വന്നു? എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് വന്നത്? കാരണം സ്പീഡ് കുറയാണ് ചെയ്തത് അല്ലേ? 80-ൽ നിന്ന് 60-ലെത്തി. അപ്പോൾ ഇവിടെ നടത്തുന്നതിൻ്റെ പേര് ആക്സിലറേഷൻ ആണ്. പക്ഷേ അതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? റിട്ടാർഡേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ കാര്യമാണ്. റിട്ടാർഡേഷൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുള്ളത് -10/9 m/s² ആണ്. മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ. A train starting from a railway station moving with uniform acceleration attains a speed of 40 km/h in 0 minutes. അപ്പോൾ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഇത് നിർത്തിയിട്ടേക്കായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ അതായത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ആ ട്രെയിനിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താവും മക്കളെ? പെട്ടെന്ന് പറഞ്ഞേ. ഇനീഷ്യൽ വെലോസിറ്റി നിർത്തിയിട്ട് ട്രെയിൻ 0-ലല്ലേ കിടക്കുന്നത്? അതിന് വെലോസിറ്റി ഇല്ലല്ലോ, അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി എവിടെ എത്തി? 40 km/h എത്തി. എത്ര സമയം കൊണ്ടാണ്? ടൈം ടേക്കൺ എത്രയാണ്? 10 minutes ആണ്. ടൈം ടേക്കൺ എന്നുള്ളത് 10 minutes ആണ്. ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? ടൈം ടേക്കൺ എത്രയാണ്? 10 minutes ആണ്. ഓക്കെ, ഇനി 10 minutes എന്നുള്ളത് എത്ര മണിക്കൂറാണെന്നറിയോ? 10 minutes എന്നുള്ളത് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ, 1 hour എന്നുള്ളത് 60 minutes ആണ്. ദെർഫോർ നമുക്ക് പറയാം 10 minutes എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കണക്കല്ലേ അല്ലേ? എത്രയാണ്? 1/6 hour ആണെന്ന് പറയും അല്ലേ? 6 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് സൈഡിലും. അപ്പോൾ 1/6 hour ആണ് 10 minutes എന്നുള്ളത്. എന്തിനാണ് ഞാൻ ഈ ചെയ്തതെന്നറിയോ? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ km/h ആണ്. അപ്പോൾ ഇതിനെ ഹവർ ആക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ അതിനെ ഹവർ ആക്കി മാറ്റുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? എളുപ്പമാണ്. ഓക്കെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഞാനത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു, ഇവിടെ 0-ൽ നിന്ന് 40 എത്തി അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യാം? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി 40 - 0 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 1/6 hour ആണ് ടൈം ടേക്കൺ അല്ലേ? 1/6 hour ആണ് എന്ന് പറയുമ്പോൾ 40 × 1/6 എന്നുള്ളത് ന്യൂമറേറ്ററിലെത്തും, 6 അവിടെ എത്തും, × 6 അതായത് 240. ഇനി യൂണിറ്റ് എന്താ? km/h² ആണ്. കാരണം നമ്മൾ ടൈം എല്ലാം എടുത്തിട്ടുള്ളത് ഏതിലാണ്? ഹവറിലാണ്. km/h² ആണ് എന്ത്? യൂണിറ്റ്. ടൈം എല്ലാം എടുത്തിട്ടുള്ളത് ഏതിലാണ്? ഹവറിലാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് തന്നെ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലായില്ല? എന്താണ് ആക്സിലറേഷൻ എന്നുള്ള എല്ലാവർക്കും മനസ്സിലായില്ല? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോവാണ്. എന്താണത്? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനൊക്കെ നമ്മളൊരു ഗ്രാഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫുകൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എൻ്റെ മേലെ ഒരു വേൾഡ് പോപ്പുലേഷൻ, ഓരോ വർഷവും പോപ്പുലേഷൻ കൂടുന്ന ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ക്രിക്കറ്റിൽ ഓരോ ഓവറിലും എടുക്കുന്ന റൺസിൻ്റെ ഗ്രാഫ്, നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് കാണുന്നവർ TV-യിൽ കണ്ടിട്ടുണ്ടാവും ഈ ഗ്രാഫൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡാറ്റ ഉണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാഫിൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിന് പകരം ഒരു ടേബിളിലെ നമ്പറുകൾ മാത്രമായിരുന്നെങ്കിൽ, 20 ഓവറിലും എടുത്ത റണ്ണിൻ്റെ കണക്ക് മാത്രമായിരുന്നെങ്കിൽ അതെല്ലാം കൂടി ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് എപ്പോഴാണ് കൂടുന്നത്, എത്രത്തോളം കൂടുന്നുണ്ട് എന്നൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോയി ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്ന ഡിസ്റ്റൻസ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ ഗ്രാഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയും. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓരോ സമയത്തും ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഗ്രാഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ആ കാര്യം ഗ്രാഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫ് എല്ലാവരും കണ്ടിട്ടില്ലേ? XY ആക്സിസ് ഒക്കെ ഉള്ള ഗ്രാഫ് എല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ X ആക്സിസ്, ഇത് Y ആക്സിസ്
അല്ലേ? ആ ഗ്രാഫുകളൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി ഈ കോമൺ പോയിന്റിനെ പറയുന്ന പേരെന്തായിരുന്നു? ഒറിജിൻ. അല്ല, അവിടെയാണ് 0. അത് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ചെയ്യുന്നത് ടൈം എന്നതിനെ നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്യും? ഏത് ആക്സിസിൽ വരയ്ക്കും? എക്സ് ആക്സിസിൽ ടൈമിനെ വെക്കും. അതേപോലെ തന്നെ വൈ ആക്സിസിൽ ഡിസ്റ്റൻസിനെ വൈ ആക്സിസിൽ മെഷർ ചെയ്യും. എഴുതാൻ പോവുകയാണ്. ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതി തുടങ്ങാം. ആദ്യം വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ 0 എന്നുള്ളത് ഇതിവിടെ സെക്കൻഡ്സിലാണ്. യൂണിറ്റ് പ്രത്യേകമായിട്ട് കൊടുക്കണം. ഏതാണ് നിങ്ങൾ എടുക്കുന്ന യൂണിറ്റ് എന്നുള്ളത് പ്രത്യേകമായിട്ട് കൊടുക്കണം. ഓക്കെ, ഏതാ യൂണിറ്റ് എന്നുള്ളത് വളരെ സ്പെസിഫൈ ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ എക്സ് ആക്സിസിൽ ടൈം മാർക്ക് ചെയ്യാൻ പോവാണ്. 2 സെക്കൻഡ്സ്. അടുത്തത് 4. അങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യാണ്? ഞാൻ മാർക്ക് ചെയ്യാണ്. 6, 8, 10. അതേപോലെ തന്നെ വൈ ആക്സിസിൽ ഇനി ഡിസ്റ്റൻസിൽ എനിക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ 5, 10, 15, 20, ഓക്കെ, 25 യൂണിറ്റ്സ് ഇൻ മീറ്റേഴ്സ് കൊടുത്തു. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് അതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ്, വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. 2 സെക്കൻഡ്സ് ആയപ്പോൾ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സെക്കൻഡ്സ് ആയപ്പോൾ ഒബ്ജക്റ്റ് ഇത് ഇവിടെ എത്തി. ഒബ്ജക്റ്റ് ഇത് ഈ പോയിന്റിലെത്തി. ഈ പോയിന്റിൽ ഒബ്ജക്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി 4 സെക്കൻഡ്സ് ആയ സമയത്ത് ഒബ്ജക്റ്റ് എവിടെ എത്തിയിട്ടുണ്ട്? ഒബ്ജക്റ്റ് 10 മീറ്ററാണ് എത്തിയിട്ടുള്ളത്. 4 സെക്കൻഡ്സ് ആയപ്പോൾ ഒബ്ജക്റ്റ് 10 മീറ്ററാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കാരണം ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ഓരോ പോയിന്റിലും ഓരോ സമയം എത്തുമ്പോഴുള്ള പൊസിഷൻ മാർക്ക് ചെയ്യുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് കൂടെ വിളിക്കാനുള്ള കാരണം. ഓക്കെ, അങ്ങനെ 10 സെക്കൻഡ്സ് ആകുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് 25 മീറ്റർ 25 മീറ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സമയത്തുള്ള അതിൻ്റെ പൊസിഷൻ കിട്ടി. ഈ പൊസിഷനെ നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഈ പൊസിഷൻ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. 6 സെക്കൻഡ്സിൽ ഇയാൾ എവിടെയായിരുന്നു? 15 സെക്കൻഡ്സ് മീറ്റർ ആയി എത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 5 സെക്കൻഡ്സിൽ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അതിനും ഗ്രാഫ് യൂസ് ചെയ്യാം. 5 സെക്കൻഡ്സ് ഇയാൾ എവിടെ എത്തിക്കാണും എന്ന് കണ്ടുപിടിക്കാൻ ഇവിടുന്ന് എന്ത് ചെയ്യുക? ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു നോക്കുക. ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുമ്പോൾ അത് ഈ ഗ്രാഫിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലിലേക്ക് വരക്കുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അവിടെ ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്നുള്ളത്? എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്റ്റൻസും. ഓക്കെ, അങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് മോഷനാണ്? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് മോഷനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഓർക്കുന്നുണ്ടോ? വെലോസിറ്റി ഇവിടെ എന്താണ്? സെയിം ആണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. ഈ മോഷനിൽ ത്രൂ ഔട്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. അപ്പോൾ ഇതൊരു യൂണിഫോം മോഷൻ്റെ എക്സാമ്പിളാണ്. യൂണിഫോം മോഷൻ്റെ എക്സാമ്പിളാണിത്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അല്ലേ? ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിളും കൂടെ എടുത്തു നോക്കാം. ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത് കുറച്ചുകൂടെ കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം സിറ്റുവേഷനൊക്കെ സെയിം തന്നെ. ഇവിടെ കണ്ടു ടൈം. ഇവിടെ മിനിറ്റ്സിലാണ് ടൈം എടുത്തിട്ടുള്ളത്. ഇവിടെ കിലോമീറ്റേഴ്സിൽ ഡിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ഉപയോഗം എന്താ? എന്തിനാ ഈ ഗ്രാഫ് വരക്കുന്നത്? വെറുതെ കണ്ടാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു യൂസ് വേണ്ടേ? അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാഫ് ഉപയോഗിച്ചിട്ട് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതെങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫിൽ ഇപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റ്സ് എടുക്കുകയാണ്. എ ആൻഡ് ബി. എ ബി എന്നുള്ള 2 പോയിന്റ്സ് എടുത്തു. എ ആൻഡ് ബി എന്നുള്ള പോയിന്റ്സ് എല്ലാവരും കാണുന്നില്ലേ? ഒരു പോയിന്റ് എ ഇവിടെ, ബി ഇവിടെ, സി ഇവിടെ. സി എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് ഏത് മോഷനാണെന്ന് മനസ്സിലായി? യൂണിഫോം മോഷനാണെന്ന് മനസ്സിലായി. കാരണം ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ദെർഫോർ ഡിസ്റ്റൻസ് നമുക്കിങ്ങനെ പറയാം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വിൽ ബി
distance time graph will be a straight line. Will be a straight line if it is uniform motion. യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമെന്ന് നമ്മളിപ്പോൾ വരച്ച് നോക്കി മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെന്താണ്? അത് യൂണിഫോം മോഷൻ ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 പോയിന്റ്സ് എടുത്തത്. ഏതോ 2 പോയിന്റ്സ് ഞാൻ എടുത്തു. ഓക്കെ, ഇനി ആ പോയിന്റ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം? ആ പോയിന്റ്സിൽ നിന്ന് ഞാൻ എയിൽ നിന്നൊരു വെർട്ടിക്കൽ താഴേക്ക് വരച്ചു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ സമയം T1. ബിയിൽ നിന്ന് വെർട്ടിക്കലായിട്ട് താഴോട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടില്ലേ? അതൊരു സമയമല്ലേ? ആ സമയത്തിന് ഞാൻ T2 എന്ന് വിളിച്ചു. എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം T1 ആണ്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം T2 ആണ്. എയിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു ഡിസ്റ്റൻസ് ഗ്രാഫിലേക്ക്, ഡിസ്റ്റൻസ് ആക്സസിലേക്ക്. അപ്പോൾ ഒരു S1 കിട്ടി. അതായത് എ എന്ന പോയിന്റിൽ എത്ര ദൂരം അയാൾ എത്തിയിട്ടുണ്ട് എന്നതാണ് S1. ബി എന്ന പോയിന്റിൽ എത്ര ദൂരം എത്തിയിട്ടുണ്ട് അതാണ് S2. സോ S1, S2, T1, T2 ഇതെല്ലാം കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുക? വെലോസിറ്റി എന്തായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ് വെലോസിറ്റി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് എ ആൻഡ് ബി ആ 2 പോയിന്റുകൾക്കിടയിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ആരെങ്കിലും ആലോചിച്ച് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് S1 ആണ്, S2 ആണ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതേപോലെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം T1 ആണ്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം T2 ആണ്. സോ എയിൽ നിന്ന് ബിയിലെത്താൻ എടുത്ത സമയം എത്രയാണ്? എയിൽ നിന്ന് ബിയിലെത്താൻ എടുത്ത സമയം എത്രയാണ്? എയിൽ നിന്ന് ബിയിലെത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫ്രം എ ടു ബി എന്തായിരിക്കും? എ ടു ബി എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ് അല്ലേ? എയിൽ നിന്ന് ബിയിലെത്താൻ എടുത്ത സമയം T2 മൈനസ് T1 ആണ്. അതേപോലെ എയിൽ നിന്ന് ബിയിലെത്തുമ്പം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? S2 മൈനസ് S1 അല്ലേ? എയിൽ നിന്ന് ബി വരെ എത്തിയപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? S2 മൈനസ് S1 ആണ്. ദെർഫോർ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. എത്രയാണ് വെലോസിറ്റി? ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ അല്ലേ? അതായത് S2 മൈനസ് S1 ബൈ T2 മൈനസ് T1 ആണ് എന്ത്? വെലോസിറ്റി. ഇതിനെ നമുക്ക് അവിടെ ABC അത് ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ പറയാം. S2 മൈനസ് S1 എന്നുള്ളത് ഏതാ? ഇതല്ലേ S2 മൈനസ് S1, അതായത് BC ആണത്. T2 മൈനസ് T1 എന്നുള്ളത് AC ആണ്. ദെർഫോർ നമുക്കിതിനെ എന്ത് പറയാം? BC ബൈ AC എന്നും കൂടെ എഴുതാം. BC ഡിവൈഡഡ് ബൈ AC. ശരിയാവുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഇതാണ് എന്തിൻ്റെ ആപ്ലിക്കേഷൻ? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ സ്പീഡ്, ഏതെങ്കിലും 2 സെക്ഷൻ എടുത്തിട്ട് അവിടുത്തെ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈം ടേക്കൺ. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഗ്രാഫാണ് എന്ത്? പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഓക്കെ, നമ്മൾ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ. ഓക്കെ, ഇവിടെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഈ മോഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതൊന്ന് വരക്കാൻ ശ്രമിച്ച് നോക്കി. വേറെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇവിടെ ഡിസ്റ്റൻസും ടൈം തന്നിട്ടുണ്ട്. അഗെയിൻ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരക്കേണ്ടത്. പൊസിഷൻ ടൈം ഗ്രാഫ് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കി, വരച്ച് നോക്കി. ഞാനും ശ്രമിക്കാം, അതേപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈം എവിടെ മുതൽ എവിടെ വരെ വരുന്നുണ്ട്? 0 മുതൽ 12 വരെ ടൈം വരയ്ക്കാനുണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഡിസ്റ്റൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ്. ഇവിടെ ടൈമാണ് സെക്കൻഡിൽ എന്തുണ്ട്? ടൈമുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈം എങ്ങനെയാണ്? 2 നേരത്തെ ചെയ്ത പോലെ തന്നെ 2, 4, 6, 8, 10, 12. വാട്ട് അബൌട്ട് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എങ്ങനെയാണ് പോകുന്നത്? 0 നിന്ന് തുടങ്ങുന്നു. 1, 4, 9, 16, 25 എല്ലാം സ്ക്വയറുകളാണല്ലേ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, 0യിൽ എവിടെയാണത്? 0 തന്നെയാണ്. 0യിൽ 0 തന്നെയാണ്. പിന്നെ 1
2 സെക്കൻഡ്സിൽ എത്തുമ്പോൾ എവിടെയാണ് ഈ പോയിന്റിലല്ലേ വരിക? 2 സെക്കൻഡ്സിൽ എത്തുമ്പോൾ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പോയിന്റ്. അതേപോലെ തന്നെ 4 സെക്കൻഡ്സ് ആകുമ്പോൾ 4 മീറ്റേഴ്സിലാണ്. അതായത് 4ഉം 4ഉം കൂടെ ജോയിൻ ചെയ്ത് വരക്കുന്ന പോയിന്റ്, ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. ഇനി 6ലോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രാഫൊക്കെ ഇതിന് മുന്നേ യൂസ് ചെയ്തവരല്ലേ? ഇങ്ങനെയാണത് പ്ലോട്ട് ചെയ്യുക. 6ൽ കിട്ടുന്നത് ഇത് ഏകദേശം ഇവിടെയാണ്. 6 കിട്ടുന്ന പോയിന്റ് ഇത് തന്നെയല്ലേ നോക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അത് തന്നെയാണ് വരുന്നത്. അതേപോലെ 8 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 16 മീറ്റേഴ്സ് ആണ്. 8 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 16 മീറ്റേഴ്സ്. പിന്നെ വരുന്നത് 10 സെക്കൻഡ്സ് അല്ലേ? 10 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 25 മീറ്റേഴ്സ്. 25 മീറ്റേഴ്സ്. ലാസ്റ്റ് 36 മീറ്റർ ട്രാവൽ ചെയ്യുന്നത് എത്ര സെക്കൻഡ്സിലാണ്? 12 സെക്കൻഡ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, 12 സെക്കൻഡ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ ഓക്കെ, അത് ഒന്നുകൂടെ കൃത്യമായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം ഈ രൂപത്തിൽ വരുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല എക്സാക്ട് സ്കെയിൽ അല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് എന്താവാത്തത്, ക്ലിയർ ആവാത്തത്. നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈ ഷേപ്പിൽ വരുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, അത് എന്തല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അത് കറക്റ്റ് എന്തല്ല സ്ട്രെയിറ്റ് ലൈൻ അല്ല, പകരം ഏകദേശം ഈ സൈപ്പിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ഗ്രാഫ് കാണാം, അടുത്ത സ്ലൈഡ് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 2, 4, 6 എന്നിടത്തൊക്കെ നമ്മൾ ഈ ഇത്രയും അടുത്ത് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഇത്രയും ഇവിടെ ഇരിക്കുന്നത് 36 വരെ എത്തി, ഇവിടെ 12 എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പം നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ എല്ലാവരും കണ്ടിട്ടില്ലേ, അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ എന്ത് ചെയ്യും, കിട്ടും. അപ്പം ഇതെന്താണെന്ന് മനസ്സിലായി? യൂണിഫോം മോഷൻ അല്ല എന്ന് മനസ്സിലായി. കാരണം സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ല, നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തല്ല സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ഇതെന്തല്ല യൂണിഫോം മോഷൻ അല്ല. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ്? അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ഗ്രാഫ് ഇതാണ്, ഷേപ്പ് ഇതാണ് വരിക. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നില്ല എല്ലാവർക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതേ ഡാറ്റ തന്നെയാണ്. 12 സെക്കൻഡ്സിൽ എവിടെ എത്തി? 36 മീറ്റർ എത്തി. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഇതിന് വരിക. അപ്പോൾ നോക്കി, ഷേപ്പ് മാറിയിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം, ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഈ ബോഡിയുടെ മൂവ്മെൻറ്റ് എന്തല്ല, യൂണിഫോം മോഷൻ അല്ല എന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും. ശരിയല്ലേ? യൂണിഫോം മോഷൻ അല്ല നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും. സെയിം ഡാറ്റ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ യൂണിഫോം സ്പീഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് മാറുന്നുണ്ട്, വെലോസിറ്റി മാറുന്നുണ്ട്. വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വെലോസിറ്റി കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും അവിടെ ആക്സിലറേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഓഫ് മോഷനിൽ തീർച്ചയായിട്ടും ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? ആക്സിലറേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. സോ അഗെയിൻ നിങ്ങൾ പോയി ചിന്തിച്ച് നോക്കുക, ഇത് ഏത് ടൈപ്പ് മോഷൻ ആയിരിക്കും എന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, സ്വയം ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുന്നതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോകണം. ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുന്നതിൻ്റെ ഒരു ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടൈം സെക്കൻഡ്സിൽ. ഓക്കെ, ടൈം സെക്കൻഡ്സിൽ എടുത്തു. ഇനി ഇത് ഒറിജിൻ ടൈം 2, 4, 6, 8. വെലോസിറ്റി എന്നുള്ളത് എന്ത് ചെയ്യാം? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ യൂണിറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി ഓരോന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 10 മീറ്റർ കൊടുക്കാം, പിന്നെ 20, 30, 40. അപ്പോൾ ഡിസ്റ്റൻസ് ടൈം വരച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു പാറ്റേൺ, അതേ വെരി കോമൺ എക്സാമ്പിൾ ആണ്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ആയിട്ടാണ് വെലോസിറ്റി കൂടുന്നത് അല്ലേ? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ആയിട്ടാണ് ഞാൻ വെലോസിറ്റിയുടെ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഇവിടെ വരും, അടുത്ത പോയിന്റ് ഇവിടെയാണ് വരിക അല്ലേ? അടുത്ത പോയിന്റ് വരാൻ പോകുന്നത് അവിടെയാണ്. ഇതായിരിക്കും നെക്സ്റ്റ് പോയിന്റ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് പോയിന്റ് ഇവിടെ. അത് ജോയിൻ ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം? നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയപ്പോൾ പറഞ്ഞത് യൂണിഫോം മോഷൻ ആണെന്നാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ വെലോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ, വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും.
യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇതേപോലെ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റണം? വരയ്ക്കാൻ പറ്റണം. ഓക്കെ, എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ എന്താണ്? വെലോസിറ്റി. ഓക്കെ, അങ്ങനെ നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയാം വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സോ ഡിസ്റ്റൻസ് അപ്പോൾ ഇതിൽ എന്താണ്? ഈ ഇക്വേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? ഡിസ്റ്റൻസ് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഇക്വേഷൻ നേരത്തെ ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു. ഡിസ്റ്റൻസ് ബൈ ടൈം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചു അല്ലേ? രണ്ട് സെക്ഷൻ എടുത്തിട്ട് ബി സി ബൈ എ സി എടുത്തിട്ട് കണ്ടുപിടിച്ചു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. വെലോസിറ്റി ഇൻറ്റു ടൈമാണ് വേണ്ടത്. അതിന് നമ്മൾ ഗ്രാഫിനെ എങ്ങനെ ഉപയോഗിക്കാം? ആലോചിച്ച് നോക്കുക. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മുന്നായിട്ട് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി. അഗെയിൻ ഈ ഒരു എക്സാമ്പിൾ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വെലോസിറ്റി കണ്ടോ? വെലോസിറ്റി എന്നുള്ളത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ എങ്ങനത്തെ ഗ്രാഫാണ് കിട്ടിയത്? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. പക്ഷേ എങ്ങനെയാണത്? പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. കണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇവിടുത്തെ വെലോസിറ്റി എന്നുള്ളത് എപ്പോഴും 40 ആണ്. 2 മിനിറ്റ് ആയപ്പോഴും 2 ഹവേഴ്സ് ആയപ്പോഴും 40 തന്നെ, 3 ഹവേഴ്സ് ആയപ്പോഴും 40 തന്നെ, 4 ഹവേഴ്സ് ആയപ്പോഴും 40 തന്നെ. ദെർഫോർ ഇത് ഏതിന് എക്സാമ്പിളാണ്? യൂണിഫോം വെലോസിറ്റി ആണത്. യൂണിഫോം വെലോസിറ്റി ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. യൂണിഫോം വെലോസിറ്റി ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ക്ലിയർ? ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ? ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കണം? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം. ഡിസ്റ്റൻസ് എങ്ങനെ ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എ ടു ബി. അഗെയിൻ എ ടു ബി എടുത്തു. എയിൽ നിന്ന് ബിയിൽ വരെ എത്തിയ ആ എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലെത്തി. അപ്പോൾ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ എടുത്ത അതേ ഇക്വേഷനാണ് എടുക്കുന്നത്. ഡിസ്റ്റൻസ് is equal to velocity into time. Distance is equal to velocity into time. ശരിയല്ലേ? Distance is equal to change in velocity into time taken. ഒന്നുകൂടെ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താണത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻറ്റു ടൈം. സോ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? ഇവിടെ 2 പോയിന്റിൽ എ ബിക്ക് ഇടക്കുണ്ടായിട്ടുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. എ ബിക്ക് ഇടക്കുണ്ടായിട്ടുള്ള വെലോസിറ്റി എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ ടൈം ടേക്കൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ആവശ്യമില്ല. അത് നമ്മുടെ ആക്സലറേഷനിലാണ് വരുന്നത്. ഇവിടെയല്ല. ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ആവശ്യം ഇവിടെ ഇല്ല. വെലോസിറ്റി കൊണ്ട് എന്ത് ചെയ്യുക? ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും T1 മുതൽ T2 വരെ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. വെലോസിറ്റി എന്നുള്ളത് അവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ദെർഫോർ ഇതിനെ എന്ത് വിളിക്കാം? വെലോസിറ്റി ഇൻറ്റു T2 മൈനസ് T1. ശരിയല്ലേ? വെലോസിറ്റി ഇൻറ്റു T2 മൈനസ് T1 ആണ് ഡിസ്റ്റൻസ്. D ഈസ് ഈക്വൽ ടു V ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. വെലോസിറ്റി എന്നുള്ളത് ശരിക്കും 40 അല്ലേ? 40 എന്നുള്ളത് ശരിക്കും എന്താണ്? AC ആണ്. AC-യുടെ ലെങ്ത് അല്ലത്. AC-യുടെ ലെങ്ത് ആണ് 40. അതേപോലെ T2 മൈനസ് T1 എന്നുള്ളത് ശരിക്കും എന്താണ്? AB ആണ്. T2 മൈനസ് T1 എന്നുള്ളത് AB ആണ്. അപ്പോൾ ഇതിനെ ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ പറയാം? AC ആണ് ഒരു സൈഡ്, മറ്റേ സൈഡ് AB ആണ്. AC ഇൻറ്റു AB അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആണെന്ന് പറയാം. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഏതാണ്? ABCD. ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ABCD ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുക?
ഏരിയ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടി വരിക. നേരത്തെ നമ്മൾ എന്താ ചെയ്തത് ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മൾ 2 ചേഞ്ച് എടുത്തു, 2ലുള്ള ചേഞ്ച് എടുത്തിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഗ്രാഫിൻ്റെ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടി വരിക. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 2 ചേഞ്ചിൻ്റെയും ഡിവൈഡ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് എടുക്കുക. സോ ഇവിടുത്തെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ 2 ഗ്രാഫ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോയി ഒന്നുകൂടെ റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ഒക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ പോയി റീഡ് ചെയ്യുക, ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ അവസാനം പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം എന്ത് ചെയ്യാം, ഒന്നുകൂടെ വന്നിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഗുഡ് ബൈ.